തിരുവനന്തപുരം വിതുര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തരുടെ പദയാത്ര. അയ്യപ്പന്മാരും കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അടങ്ങുന്ന 70 പേരുള്ള സംഘത്തിനായി ഇരുമുടിക്കെട്ട് നിറച്ചത് ശ്രീ സുനിൽകുമാർ ഗുരുസ്വാമിയാണ്. ഈ പദയാത്രയ്ക്ക് സംഘ നേതൃത്വം നൽകിയത് ഹരിസ്വാമിയും. എന്താവശ്യമുണ്ടെങ്കിലും പരസ്പരം പറയുക, ഒരുമിച്ച് ഒരു യാത്ര അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് ഒരുമിച്ച് അയ്യപ്പൻ്റെ സന്നിധിയിൽ പോയി തിരിച്ചു വരാം. നല്ല ഭക്തിയായിട്ട് നമുക്ക് ഭഗവാൻ അഭിഷേകം ചെയ്ത് നമുക്ക് വളരെ മനസ്സ് നിറഞ്ഞ് തിരിച്ചെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടി തിരിച്ച് വിതുര മഹാദേവൻ്റെ സന്നിധിയിലേക്ക് തിരിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാം. പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയണതാണ്, ചെല്ലുന്ന സ്ഥലങ്ങളിൽ കുളിക്കാനൊന്നും ഒറ്റയ്ക്ക് ഇറങ്ങി പോകാൻ ആരെയും സമ്മതിക്കില്ല. ആരും പോകരുത്. ഒരുമിച്ച് തന്നെ കുളിക്കാനും എല്ലാത്തിനും പോകണം. അങ്ങനെയാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ നിശ്ചയിച്ചേക്കുന്നത് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 3:30-ക്കകത്ത് കെട്ട് പൂജിച്ച് യാത്രയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ കെട്ട് പൂജിച്ചതിന് ശേഷം മാത്രമേ കെട്ടെടുത്തുകൊണ്ട് യാത്ര തുടങ്ങാവൂ. 3:30-ക്ക് അകത്ത് നമ്മൾ യാത്ര തിരിക്കും. ഗുരുസ്വാമി വന്ന് കെട്ട് പൂജിച്ചതിന് ശേഷം മാത്രമേ കെട്ടെടുത്തുകൊണ്ട് ഇറങ്ങാവൂ. അത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ യാത്ര ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം നിങ്ങൾക്ക് അവരവരാവതനുസരിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം. എന്നാലും കൂടെയുള്ള അവശകണങ്ങളെ നോക്കി കൊണ്ടുപോകണം എന്നാണ് ഒരു അയ്യപ്പൻ്റെ കർത്തവ്യമാണത്. നമ്മൾ അയ്യപ്പനെ കാണുന്നത് വരെ എല്ലാവരെയും കർത്തവ്യം അതാണ്. നമ്മൾ ഇറങ്ങുന്നിടത്തുനിന്ന് നമുക്ക് ലക്ഷ്യം ശബരിമലയാണ് നമ്മുടെ മനസ്സിലെങ്കിലും നമുക്ക് ലക്ഷ്യം അടുത്ത് വിരിവിക്കുന്ന സ്ഥലമാണ്. അത് കണക്കാക്കി തന്നെ നമ്മൾ യാത്ര ചെയ്യണം. മാക്സിമം വെയിലടിക്കുന്നതിന് ചൂട് കൂടുന്നതിന് മുന്നേ വിരിവയ്ക്കുന്ന സ്ഥലത്ത് എത്താൻ ശ്രമിക്കണം. പിന്നെ എല്ലാ വർഷവും ആഹാരം നമ്മൾ തന്നെ വച്ച് കഴിക്കുക, കാറ്ററിംഗ് ചെയ്ത് കഴിക്കുമായിരുന്നു. ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ കാറ്ററിംഗ് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആഹാരത്തിലൊക്കെ ചെറിയ രുചി വ്യത്യാസം കാര്യങ്ങളൊക്കെ വരും. നമുക്ക് വീട്ടിൽ കിട്ടും പോലെയൊന്നും കിട്ടില്ല. ഇതൊരു തീർത്ഥാടന യാത്രയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് എല്ലാവരും പെരുമാറണം. ചിലപ്പോൾ ഉപ്പ് കുറവായിരിക്കും, അങ്ങനെയുള്ളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളൊരു തീർത്ഥാടന യാത്രയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ലാവിഷായിട്ട് ആഡംബരമായിട്ട് പോകണമല്ല, ഭഗവാനെ കാണാൻ പോകണമെന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെ എല്ലാവരും ഇടപെടണം. അതുപോലെ തന്നെ എല്ലാവരും കെയർ ചെയ്യണം. ഈ ബാക്കി അഴുതയിലൊഴിച്ച് കാളായിട്ടിൽ നിന്ന് നമ്മൾ തിരിക്കുന്നൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും രാവിലെ 3:30-ക്കകത്ത് 2:30-3 മണിക്കകത്ത് എല്ലാവരും ഒഴിച്ച് 3:30-ക്ക് മുന്നേ നമ്മൾ ഇറങ്ങും. ആ സമയത്ത് കെട്ട് പൂജിച്ചതിന് ശേഷം മാത്രം യാത്ര തിരിക്കുക. നമസ്കാരം. എൻ്റെ പേര് സുനിൽകുമാറാണ്. വിതുരയിൽ നിന്ന് കാൽനടയായി ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഗുരുസ്വാമിയാണ്. ഞങ്ങൾ 20 വർഷം കൊണ്ട് ഇവിടെ നിന്ന് കാൽനടയായിട്ട് വിതുര മഹാദേവൻ്റെ സന്നിധിയിൽ നിന്ന് ശബരിമലയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഇത്രയും കാലവും ഭഗവാന്റെ കൃപാകടാക്ഷം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. വഴിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അയ്യപ്പൻ ഞങ്ങളെ താങ്ങി സന്നിധാനത്ത് കൊണ്ടെത്തി. പിന്നെ നല്ല ദർശനം നമുക്ക് സാധ്യമാക്കി തരുന്നുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു മഹാശക്തിയാണ് വിതുര മഹാദേവൻ. അവിടുന്ന് തുടങ്ങുന്ന ഒരു യാത്രയും നമ്മളെ വഴിയിൽ തടഞ്ഞിട്ടില്ല. എന്നും നമുക്ക് താങ്ങായി കാലിനും കൈക്കും ശക്തിയായും ദേഹബലം തന്ന് നമ്മളെ സന്നിധാനത്തിൽ ഭഗവാന്റെ സന്നിധിയിൽ എത്തിക്കുന്നുണ്ട്. ഹൃദയത്തിൽ അയ്യപ്പ രൂപം പ്രതിഷ്ഠിച്ച് നാവിൽ ശരണമന്ത്രം ജപിച്ച് 41 ദിവസത്തെ കഠിന വ്രതം നോറ്റാണ് ഈ അയ്യപ്പ ഭക്ത സംഘം മോക്ഷമാർഗത്തിലേക്കുള്ള വഴികൾ തേടിയുള്ള ഈ തീർത്ഥയാത്രയ്ക്കായി ഒരുങ്ങിയത്. നമ്മുടെ യാത്രയിൽ 41 ദിവസ വ്രതത്തോടു കൂടിയാണ്, നിർമ്മാല്യ ദർശനത്തോടു കൂടിയാണ് നമ്മളിവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ആ യാത്രയിൽ അങ്ങോളം ഇങ്ങോളം നമ്മളെ കാത്തുരക്ഷിക്കുന്നുണ്ട്. വ്രതശുദ്ധി എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടും നമ്മൾ മറ്റുള്ള യാത്ര പോലെ അല്ല. കാൽനടയായി പോകുമ്പോൾ അത്രയും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാവണമെങ്കിൽ അത്രയ്ക്കും വ്രതശുദ്ധിയോടുകൂടി മാത്രമാണ് യാത്ര നമ്മൾ ചെയ്യുന്നത്. 41 ദിവസം നിർമ്മാല്യം തൊഴുത് പിന്നെ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അയ്യപ്പനെ മാത്രം മനസ്സിൽ വിചാരിച്ചാണ് നമ്മുടെ യാത്ര. ഭഗവാന്റെ നേദ്യമായിട്ട് നെയ്ത്തേങ്ങ നമ്മളെ നിറച്ച് ഭഗവാനിൽ അർപ്പിക്കുന്നത് വരെ അയ്യപ്പ സ്വാമിയാണ് നമ്മുടെ ഉള്ളിൽ. ഓരോ യാത്രയിലും നമ്മുടെ വൈകാരിക ഉണ്ടെങ്കിൽ പോലും ഇന്ന് വരെ നമ്മളെ കിടത്താതെ നമ്മളെ കാൽനടയായി തന്നെ സന്നിധാനത്തെത്തിക്കുന്നുണ്ട്. അഭിഷേകത്തിനായാലും ശരി, മറ്റുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ അയ്യപ്പൻ വരുത്തിയിട്ടില്ല.
എല്ലാ രീതിയിലും, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ മാനസികമായും ശാരീരികമായും എല്ലാ രീതിയിലും അയ്യപ്പൻ അന്നും ഇന്നും നമ്മളെ കൂടെ എപ്പോഴുമുണ്ട്. എല്ലാ വർഷവും ഒരു കന്നി അയ്യപ്പൻ നമ്മളിവിടെ നടക്കാനുണ്ടാകും, എല്ലാ വർഷവും ഉണ്ടാകും. ഈ വർഷവും ഉണ്ട്. ഈ 20 വർഷം തൊട്ടും 20 വർഷം വരെയും എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഒരു കന്നി അയ്യപ്പൻ നമ്മളിവിടെ മല ചവിട്ടാനുണ്ടായിരിക്കും. യാത്രയെല്ലാം വളരെ സന്തോഷകരമായിട്ടാണ് അയ്യപ്പൻ ഞങ്ങളെ അവിടെ എത്തിക്കുന്നത്. ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിജയവും അയ്യപ്പൻ്റെ കൃപാകടാക്ഷം തന്നെയാണ്. വിതുരയിൽ നിന്നും യാത്ര തിരിച്ച് യാത്രാവഴിയിലെ അനേകം ക്ഷേത്രങ്ങളിൽ വിരിവെച്ച് ക്ഷീണമകറ്റിയാണ് ഇവർ അയ്യപ്പ സന്നിധാനമെന്ന ലക്ഷ്യത്തിലെത്തുക. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി വിതുരയിൽ ശ്രീ മഹാദേവൻ്റെയും ശ്രീ മഹാകാളിയുടെയും തിരുനടയിൽ നിന്നും ഇരുമുടിക്കെട്ടും നിറച്ച ഈ സംഘം കാടും മലയും കടന്ന് കല്ലും മുള്ളും ചവിട്ടി പമ്പയിൽ കുളിച്ച് ശരണം വിളിച്ച് ഏകദേശം 165 കിലോമീറ്റർ താണ്ടി ശബരിമല സന്നിധാനത്ത് എത്താറുണ്ട്. ഈ 14 ലോകങ്ങൾക്കും തുല്യമായ 18 പടികൾ തൊട്ടു തൊഴുത് ശ്രീ ധർമ്മശാസ്താവായ അയ്യപ്പനെ കൺനിറയെ കണ്ട് അവർ നിർവൃതിയടയും. സ്വാമി ശരണം, സ്വാമി ശരണമയ്യപ്പ. വിതുര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കാൽനടയായി 2003 മുതൽ തുടങ്ങിയ യാത്രയാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇവിടെ നിന്ന് ഒരയ്യപ്പൻ പോയതായിട്ടാണ് ചരിത്രം. അതിനുശേഷമാണ് 2003, 2002 ഒരു അയ്യപ്പൻ പോയി, 2003 മുതലാണ് പോയതായിട്ട് എൻ്റെ അറിവ്. ഞാൻ അത്രയും വർഷത്തെ പാരമ്പര്യം എനിക്കില്ലെങ്കിലും ഞാനും ഇപ്പോൾ കുറച്ച് നാളായി ഇവരെ കൂടെ കൂടുന്നു. അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും 5, 10, 15, 20 പേര് ഞങ്ങളുടെ യാത്രയിൽ കൂടുന്നു. ഇതിൻ്റെ പ്രധാനമായൊരു കാര്യം എന്ന് പറയുന്നത് ഫുള്ള് സന്നിധാനം വരെ വിതുര മഹാദേവ ക്ഷേത്രം തിരുനടയിൽ നിന്ന് തിരിച്ചാൽ ഞങ്ങൾ മലവഴി പോകുന്ന അയ്യപ്പന്മാരാണ്. ഞങ്ങൾ ഇവിടുന്ന് കുളത്തൂപ്പുഴ, അത് കഴിഞ്ഞിട്ട് പിന്നെ കോന്നി, റാന്നി, പുനലൂർ ഇങ്ങനെ കറങ്ങി ഞങ്ങൾ ലാസ്റ്റിൽ 6-ാം ദിവസം കാളകെട്ടിയിൽ സ്റ്റേ അടിക്കുന്നു. 6-ാം ദിവസം കഴിഞ്ഞ് 7-ാം ദിവസമാണ് ഞങ്ങൾ സന്നിധാനത്തെത്തുന്നത്. അപ്പോൾ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ പണ്ട് നമ്മുടെയൊക്കെ പൂർവികർ അല്ലെങ്കിൽ ഗുരുസ്വാമിമാർ ഇങ്ങനെ കൊണ്ടുപോയിരുന്ന മലവഴി ഉള്ള യാത്ര കൃത്യമായി നടക്കുന്ന ഒരു സംഭവമാണ് വിതുരയിൽ. അപ്പോൾ ഇപ്പോൾ വിതുര മുതൽ സന്നിധാനം വരെയും ഭക്തജനങ്ങളുടെ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്കുള്ളത്. പല ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്ന് സ്പോൺസർ ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹനം തരുന്നൊരു രീതിയും ഇപ്പോൾ തുടർന്ന് അവലംബിച്ച് വരികയാണ്. ഈ വർഷം തന്നെ ഇന്ന് ഞങ്ങൾ ഏകദേശം 74 അയ്യപ്പന്മാരുണ്ട്. അപ്പോൾ മുമ്പ് 2-3 അയ്യപ്പന്മാരിൽ തുടങ്ങുന്ന 74 അയ്യപ്പന്മാരിൽ 20 വർഷത്തെ യാത്ര കൊണ്ട് ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഓരോ വർഷവും ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അടുത്ത വർഷം ഇതൊന്നും വേണ്ട, കുറച്ച് പേരാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ സമയമാകുമ്പോൾ എല്ലാവരും ഓടിയെത്തുകയും നമുക്ക് എന്തായാലും ഇങ്ങനെ തന്നെ പൊയ്യേ പറ്റുള്ളൂ എന്ന് പറയുകയും അങ്ങനെ ആ രീതിക്കാണ് ഇന്ന് ഞങ്ങളുടെ മലയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തി സാന്ദ്രമായൊരു യാത്രയിലുപരി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള പോസിറ്റീവ് എനർജി ഈ ശബരിമല യാത്ര കൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് നേരത്തെയൊക്കെ എനിക്ക് തന്നെ ചെറിയ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ശബരിമലയ്ക്ക് പോകുന്ന സമയം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ശബരിമല പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേ ഒരു വർഷത്തേക്കുള്ള എനർജി അയ്യപ്പ സ്വാമി തരുന്നുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ശ്രീധർമ്മശാസ്താവിൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഞങ്ങളെ ശ്രവിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് അയ്യപ്പ സ്വാമിയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശബരിമലയിലെ ഓരോ തീർത്ഥാടകനുമുള്ള സന്ദേശം തത്വമസി എന്നാണ്. അവനവൻ്റെ ഉള്ളിലെ പരമാത്മാവിനെയും ജീവാത്മ പരമാത്മ ബന്ധത്തെയും തിരിച്ചറിഞ്ഞ് അഹംഭാവം വെടിഞ്ഞ് ജന്മപാപങ്ങളെയെല്ലാം ആ തൃപ്പാദങ്ങളിൽ അർപ്പിച്ച് അനുഗ്രഹ പുണ്യവുമായി അവർ പടിയിറങ്ങും. കലിയുഗവരദനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ ദർശന പുണ്യം ജന്മസാഫല്യം കൂടിയാണ് ഓരോ ഭക്തനും. സ്വാമിയേ ശരണമയ്യപ്പ.